ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 14. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ നിത്യാ സ്ഥാം സ്ഥിതിക്ഷസ്വ ഭാരത. വിവർത്തനം. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഭാവാർത്ഥം: തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസത്തിലും ജനുവരി ഫെബ്രുവരി മാസം പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണിത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ചു വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിന് വിസമ്മതിക്കുന്നില്ല. വേനൽ ചൂട് ഏറ്റവും അസഹ്യമാകുന്ന മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കളപ്പണി നടത്തുന്നു. കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തന്റെ നിയത കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. വിജ്ഞാനവേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ. അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളും ഇവിടെ പ്രാധാന്യമർഹിക്കുന്നു. കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മാഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. 2 വിധത്തിലും മഹനീയമായ പാരമ്പര്യമാണ് അദ്ദേഹത്തിൻ്റെത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. ശ്ലോകം 15. യം ഹീന വിദയന്തേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. വിവർത്തനം. അല്ലയോ നരോത്തമ, അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഭാവാർത്ഥം: ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്കർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4ാം ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായൊരവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യ പുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി. കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്കു ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 24ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരാശ്രയവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തന്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി.
ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.